ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാനൊരു നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ടെൻഷനാണ്, ഇനി എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. കാരണം മക്കൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടാവും, ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക എന്നുള്ള വലിയൊരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എന്താ ആക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അരി കഴുകി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുത്തിട്ട് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടാണ് കുഴക്കാൻ വേണ്ടി പോകുന്നത്. അത് ഈ ഒരു അരിപ്പൊടിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു ഏകദേശം ഉണ്ടയാക്കാൻ പറ്റുന്ന, കയ്യിൽ ഉരുട്ടി ഉണ്ടയാക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഉരുട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് കഴിക്കാനും കൊണ്ടുപോകാനും മക്കൾക്ക് കൊണ്ടുപോകാനും വേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് അധികം ആക്കിയിട്ടുണ്ടായിനെ. ഇത് ഉണ്ടയൊക്കെ ഞാൻ കയ്യിൽ വെച്ചത് ഞാൻ ഉരുട്ടി ആക്കുന്നത്. അപ്പോൾ ഉരുട്ടി ആക്കിയതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒരു ഇഡ്ഡലി പാത്രം, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും ഇഡ്ഡലി പാത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കാണ് ഞാനിത് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റി കറുത്തിൽ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ പെരിഞ്ചീരകമാണ് കേട്ടോ. ഇനി പെരിഞ്ചീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പെരിഞ്ചീരകം നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടും കൂടി ചെയ്യാം കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പെരിഞ്ചീരകം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ചൊയ കടിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ കറിയൊന്നും രാവിലെ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കായാലും കൊടുക്കാണ്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അത് മാത്രമല്ല, ഈ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടി ആവിയിൽ വെന്തിട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനെങ്ങനെ ഈ ഒരു ഇഡ്ഡലി പാത്രം ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുള്ളത്. അതിന് മുകളിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി വിതറിയതിന് ശേഷമാണ് ഞാനവിടെ മൂടി വെച്ചത്. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ആവിയൊക്കെ നല്ലോണം കുനുകുനാ ആവിയൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ആവിയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഞാനത് തണിയാൻ വേണ്ടി താഴെയാടെ ഇറക്കി വെച്ചു. അതിനുശേഷം ഞാൻ വേറൊരു പാത്രം കൂടി എടുത്ത് ഗ്യാസിന് മുകളിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇതെന്തിനാണ് വെച്ചതെന്നല്ലേ? ഇതെന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ ആക്കി വെച്ച റൈസ് ബോളില്ലേ, ഈ റൈസ് ബോളിൽ ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കണം. അതെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് അതിൽ കടുകും കൂടി ഇട്ട് കുരുമുളക് പൊട്ടിക്കുക ചെയ്തത്. അതിനുശേഷം ഞാൻ നല്ല നാടൻ കറിവേപ്പില, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ കറിവേപ്പില, ആ നാടൻ കറിവേപ്പിലയും കൂടി ഞാനിവിടെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറിവേപ്പില അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ കടുകൊന്ന് ഫുള്ള് പൊട്ടി തിരട്ടേച്ച് കാത്തു നിന്ന് അതിലേക്ക് ഇടാം. നമ്മൾ കഴുകി വെച്ച കറിവേപ്പില അതിലേക്ക് ഇട്ട് നന്നായിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താണ് ഇട്ട് കൊടുത്തത് വെച്ചാൽ, കുറച്ച് മുളക് പൊടിയാണ്. അത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മുളക് പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്തേ. കാരണം അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോയാൽ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. അത് ആ ഒരു ചുവപ്പ് കളറിന് ജസ്റ്റ് ഒരു ബ്രൗൺ കളറിലേക്ക് അത് വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ അതിലേക്ക് എന്താണ് ഇടുന്നത് വെച്ചാൽ, കുറച്ച് ഉള്ളി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കാരണം ഉള്ളി ഇതൊന്നും വേണ്ടാന്നുള്ളതാണ്, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കടുക് പൊട്ടിച്ച് മുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് തന്നെ റൈസ് ബോളിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ പിന്നെ കുറച്ച് മസാലയൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കുറച്ച് ഉള്ളിയും കൂടി അതിലേക്ക് മുറിച്ചിട്ടിട്ടത്. ഇരിക്കട്ടെ ഒരു വൈബ്. അങ്ങനെ ഞാൻ ആ ഉള്ളിയും കൂടി മുറിച്ചതിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തെടുത്ത്. ചില ആൾക്കാർ തക്കാളിയൊക്കെ ഇടും. തക്കാളി ഇട്ടതിന് നല്ല തന്നെ നല്ലൊരു കൊഴുക്ക് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടി വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഈ ഒരു റൈസ് ബോൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കാണാൻ പറ്റും നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ, നന്നായി വഴറ്റിയിട്ട്. അതിലേക്ക് ഞാൻ മാറ്റി വെച്ച ഈ റൈസ് ബോൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവർക്കും കുട്ടിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചായയോ കാപ്പിയോ ലൈറ്റ് ഒരു കട്ടൻ ചായയോ വെച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ, സീ യു.